തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഇതെന്തിനാണെന്നറിയോ? കൈക്കൂലി തരാമെന്ന് പറഞ്ഞതിന്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് അറിഞ്ഞൂടെ? എന്തൊക്കെ ഈശ്വര ഇവിടെ നടക്കുന്നേ? ഇതാ ത്യാഗരാജന്റെ വേഷം കെട്ടൽ തന്നെ അമ്മേ. അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാവും. എന്നാലും അവന്റെ ബുദ്ധി കൊള്ളാലോ. ദേവികയുടെ നമ്മുടെയൊക്കെ കുടുംബത്തിനെതിരെ കൃത്യമായ ശത്രുത തോന്നാൻ വേണ്ടിയല്ലേ ആ വാഹനം ദേവികയുടെ വീടിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്നിട്ടത്? എന്ത് ബുദ്ധി? മണ്ടത്തരം. ബുദ്ധിയുള്ള ആരെങ്കിലും ഈ രീതി പ്രവർത്തിക്കോ? ദേവികയുടെ വീട്ടുകാരാണ് ഇതിന് പിന്നിലെങ്കിൽ അവര് വണ്ടി വീട്ടിൽ നിന്ന് അകറ്റിയാലേ ഇടുള്ളൂ. എന്തായാലും ഇത് വെറൊരു പ്ലാനിങ് അല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് എന്തോ നടന്നിട്ടുണ്ട്. ലക്ഷ്യം ചിലപ്പോ ഞാനോ നന്ദനൊക്കെ തന്നെ ആവാം. എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? അമ്മേ, അന്ന് നന്ദന്റെ ഇന്റർവ്യൂ ദിവസം ഞങ്ങൾ വഴിയിൽ വെച്ചൊന്ന് മുട്ടി. ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായി. അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിരിക്കും ഇതും. പിന്നെ അന്ന് നന്ദനെ അവന്റെ ഗുണ്ടകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചല്ലോ, അതിന്റെ വകയും കാണും. അപ്പൊ അന്വേഷണം ഇവിടേക്കും വരുമെന്നാണോ? എങ്ങനെയാവാം. ചിലപ്പോ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഇതിന് പിന്നിലെന്നും വരാം. ആ കിളവനോട് പറ എന്നെ ഇറക്കി വിടാൻ. നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ നിസ്സാരക്കാരനല്ല. നീയൊക്കെ അന്വേഷിച്ചു നോക്കണ. വെട്ടുകാട് തങ്കരാജനെ വിളിച്ച് ചോദിക്ക, ഇല്ലെങ്കിൽ തമ്മനത് തോബിയാസിനോട് ചോദിക്ക ഈ ത്യാഗരാജൻ ആരാണ്. എന്നെ വിട്ട നീയൊക്കെ ജീവനോടെ ഇരിക്കും. ഇല്ലെങ്കിൽ നീ എന്നെ മൂക്കി കേട്ടു. വീരവാദമൊക്കെ തീർന്നോ? വീരവാദോ? ഇതൊരു വീരവാദമല്ല, സത്യമായിട്ടുള്ള കാര്യം ഞാനീ പറയുന്നത്. നീയൊക്കെ അറിയും, അന്ന് നീ പശ്ചാത്തപിക്കും. ഒന്ന് പതുക്കെ പറയടാ, ചെവി പൊട്ടിപ്പോ. വില്ലനാവാൻ അട്ടഹാസവും നടത്തണ്ട. നിർത്താ. ഒരു കാര്യം ചെയ്യ്, പറയാനുള്ളതൊക്കെ പറ. എല്ലാം കൂടെ ചേർത്ത് അവസാനം ഒരുമിച്ച് തരാം. ഇല്ലെങ്കിലേ ഇടിച്ചിടിച്ച് നമ്മുടെ കൈയൊക്കെ ഒരു പരുവാവും. സത്യം പറ, നിനക്ക് കൊട്ടേഷൻ തന്ന ആരാ? പറയടാ. ഞാൻ പറഞ്ഞാ മതിയോ? ത്യാഗരാജ സാറിന് എന്നെ അറിയാമോ? ഇല്ല, എനിക്ക് നിങ്ങളൊന്നും അറിയില്ല. ഇയാൾ ആളുമാറി എന്നെ പൊക്കിയതാ. എടോ, എന്നെ അഴിച്ചുവിട്. വേറെ ആരോ പക്കന്റെ അടുത്താ എന്നെ പൊക്കിയിരിക്കുന്നത്. ആണോ? ആള് മാറിയതാ? ചന്ദ്രമതി മാഡത്തിന്റെ പൊന്നാങ്ങളയല്ലേ ഇത്? അല്ലടാ, നീയല്ലടാ കർണാടകയിലെ മൂത്തകൊണ്ട ത്യാഗരാജൻ. വേറെ ആരല്ലടാ, നിന്നെ തന്നെയാടാ ത്യാഗരാജ പൊക്കാൻ ഉദ്ദേശിച്ചത്. അതിന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിട്ടാ? നിങ്ങളൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾ ആരാ? അത് കൊള്ളാം. ഈ അമ്മച്ചി ആരാണെന്ന് പൊന്നുപോലെ അറിയില്ലല്ലേ? ഇല്ല, അറിയില്ല. ഏതായി തള്ള? നിർത്തണ തള്ളയാ?
എന്നെ നീ അറിയില്ല, പക്ഷെ എന്റെ മോനെ നീ അറിയും. ഏയ് ഞാൻ പറയാം. അതെ, ഇതാരാണെന്ന് അറിയോ ത്യാഗരാജ? ഇതാണ് പുതിയ വീട്ടിൽ ഭാർഗവി. സിറ്റിയിൽ സ്വന്തമായിട്ട് 8 ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഓരോ സംഘത്തിലും 10-30 അംഗങ്ങളാ. രണ്ടും കൂടെ നാടകം കളിക്കുക. ഒരു പുതിയ വീട്ടിലെ ഭാർഗവിയും 8 ഗുണ്ടാ സംഘങ്ങളും. ഭാർഗവിയെ കണ്ടിട്ട് ഗുണ്ടാ നേതാവെന്ന് പറയില്ലെന്ന്. എന്നെ കണ്ടാ നിനക്ക് തോന്നുന്നില്ലടാ. ഇവനെ ഞാൻ ശരിയാ. വേണ്ട. നിനക്ക് അറിയില്ല. കൊണ്ടുപോയിട്ട് വിട്. ഇവനെ ഇനി കഴിച്ചാലേ അവൻ ചത്തുപോവും. ഇപ്പൊ മനസ്സിലായിട്ടാ നിനക്ക് ഭാർഗവിയുടെ പവർ. ഭാർഗവി മാഡം, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? കേട്ടില്ലേ ഭാർഗവി മാഡം ഒന്ന് ആ കയ്യിൽ നിന്ന് കിട്ടിയപ്പോ മൊത്തത്തിലൊരു മയം വന്നു. എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തേ? നീ ചെയ്തു കൂട്ടിയ ദുഷ്ടതരത്തിന്, നീ കുടിപ്പിച്ച കണ്ണീരിന്, നീ ചെയ്ത വൃത്തികെട്ട കാര്യങ്ങൾക്ക് നിന്നൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അതിന് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളെ ഞാൻ എപ്പോഴാ കണ്ണീര് കുടിപ്പിച്ച? ഞാനെപ്പോഴാ ദ്രോഹിച്ചേ? എന്നെ അല്ലടാ നീ ദ്രോഹിച്ചത്. നീ ചെയ്തു കൂട്ടിയതിനൊക്കെ നിനക്ക് തിരിച്ചടി കിട്ടും ത്യാഗരാജ. പണി തീർത്തിട്ടേ നിന്റെ തടി ഇവിടുന്ന് പുറത്തേക്ക് പോകൂ. നീ കാത്തിരിക്കെ, വരാനുള്ളതൊക്കെ നേരിട്ട് കിട്ടാൻ അധികം സമയം എടുക്കില്ല. എന്താ സർ? ത്യാഗരാജനെ കാണാതായതിന്റെ മൊഴിയെടുക്കാൻ വന്നതാ ഞങ്ങള്. എന്ത് മൊഴിയെടുക്കല്? സർ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഗിരീഷിനെയും നന്ദനെയും അറസ്റ്റ് ചെയ്യും. അങ്ങനെ ചാടിക്കയറി ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാ? ആദ്യം മൊഴിയെടുക്കണം, അന്വേഷണം നടത്തണം. ആ പറയുന്നവരാണ് കുറ്റവാളികളെന്ന് സ്ഥിരീകരിക്കണം. സർ, ആ നന്ദന്റെ ഭാര്യയുടെ വീടിന്റെ മുന്നിലല്ലേ ത്യാഗരാജന്റെ വാഹനം കിടന്നത്? അതിനപ്പുറം വലിയ തെളിവെന്തിനാ? അല്ല മാഡം, നന്ദനാണ് ത്യാഗരാജനെ തട്ടിക്കൊണ്ടുപോയതെങ്കിൽ ത്യാഗരാജന്റെ വണ്ടി നന്ദന്റെ ഭാര്യയുടെ വീടിന് മുന്നിലിടുവോ? അന്വേഷണം ആദ്യം അങ്ങോട്ടാവുന്ന ഊഹിക്കില്ലേ? ഓഹോ, അല്ലെങ്കിലും നിങ്ങൾ ആ ചന്ദ്രോത്തുകാരുടെ ആളാണല്ലോ. വേണ്ട, ഞാൻ DGP നേരിട്ട് വിളിക്കാം. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയ്ക്ക് നീതി കിട്ടുന്നത് എങ്ങനെയാണെന്ന് DGPയോട് വിശദീകരിക്കാം. ഇന്ന് രാവിലെ ചന്ദ്രോത്തിലെ നന്ദനും അവന്റെ അളിയും ഗിരീഷും വന്ന് ഭീഷണിപ്പെടുത്തിയതാ ത്യാഗരാജനെ കൊല്ലുമെന്ന്. അതിനപ്പുറം വലിയ തെളിവ് എന്തിനാ സർ വേണ്ടത്? ഒന്നുകിൽ നന്ദൻ, അല്ലെങ്കിൽ നന്ദൻ ചുമതലപ്പെടുത്തിയ ഗുണ്ടാ സംഘം. ഇവരിൽ ഒരു ടീം തന്നെയാ ത്യാഗരാജൻ ചേട്ടനെ കൊണ്ടുപോയിരിക്കുന്നത്. അത് 100% ഉറപ്പാ. എന്തായാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടെത്താം മാഡം. കൺട്രോൾ റൂമിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പപ്പോ തന്നെ വിവരങ്ങൾ അറിയിക്കാം. ശരി മാഡം.
നന്ദൻ തന്നെ ആന്റി ഇതിനൊക്കെ പുറകില്. മുമ്പ് അവനെ തട്ടിക്കൊണ്ട് പോയതിന്റെ പക തീർക്കുക ഇപ്പൊ. എന്നെ അഴിച്ചുവിടാ. എന്നെ കെട്ടിട്ട് നിനക്കൊക്കെ എന്ത് ഇട്ടടാ? അഴിച്ചുവിട, അഴിച്ചുവിട. എന്താ നിനക്ക്? അഴിച്ചുവിട. നീ ചോദിക്കുന്നത് എന്ത് ഞാൻ തരാം. എന്തും തരാമെന്നല്ലേ നീ പറഞ്ഞേ? നീ പറ, എന്ത് തരാൻ പറ്റും? എത്ര പണം? എത്ര കോടി? ഞാൻ തരാം. പണമൊക്കെ ആർക്ക് വേണോടാ? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അത് പറയാം. നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ, കുറച്ച് കഴിയട്ടെ, ആളും എത്തിക്കോട്ടെ. എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഭാർഗവി എന്ന് പറഞ്ഞ സ്ത്രീ ആരാ? നിന്റെ ഭാര്യയാണോ? അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും. ഭാർഗവിയെ കുറിച്ച് അറിഞ്ഞല്ലോ, അത്രയൊക്കെ അറിഞ്ഞാ മതി. അവരുടെ പിന്നാരമുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നുണ്ടോ നിനക്ക്? ആരാ ആരാ നിങ്ങൾ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത്? അത് ഒരു തമ്പുരാട്ടിയാ. ഒരു വലിയ വീട്ടിലെ വലിയ തമ്പുരാട്ടി. തമ്പുരാട്ടിയോ? ആ, നിനക്കറിയാം. ഇല്ല, എനിക്കറിയില്ല. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ആ, അതൊക്കെ നിനക്ക് മനസ്സിലാക്കി തരും. എന്നെ അഴിച്ചുവിട. എന്നെ അവർക്ക് എന്താ വേണ്ടത്? നിന്റെ ജീവൻ. എന്താടാ നിന്റെ ജീവൻ എനിക്ക് തരുമോ നീ? എസ്തപ്പാനെ, അവന്റെ കെട്ടം കഴിച്ചുവിട്. ശരി മാഡം. ഡാ അടിക്ക്. നീയായിരുന്നല്ലേ ഇതിന്റെയൊക്കെ പറയണേ? നീയെന്നോ? മാഡം എന്ന് വിളിക്കടാ. നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കയറി വന്നപ്പോ പല വട്ടം അവളിവളെന്നൊക്കെ വിളിച്ചില്ലേ നീ? നിന്റെ ചേച്ചിയുണ്ടല്ലോ ചന്ദ്രമതി, അവളെന്റെ മുഖത്ത് നോക്കി പ്രഭയെന്ന് തികച്ചു വിളിച്ചിട്ടില്ല. അപ്പോഴാ നീ മാഡം, കുറെ നേരമായിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു. എനിക്കൊരു ചാൻസ് തരണം. എസ്തപ്പാനെ, മതി, കൊല്ലണ്ട. ഇവിടെ വാടാ. ഇങ്ങോട്ട് വാടാ നീ. നീ ആരടാ? ബെല്ലാരി രാജയോ? ഇവിടെ വന്ന് ഗുണ്ടായുസം കളിക്കാൻ? ഇതാരാന്ന് അറിയോ നിനക്ക്? ചന്ദ്രോത്ത് പ്രഭാവതിയാ, എന്റെ പ്രഭക്കുഞ്ഞ്. ഇന്നലെ വരെ നിന്നെയൊക്കെ പേടിച്ച് നിന്റെ ദുഷ്ടതകളൊക്കെ സഹിച്ച് നിരാശപ്പെട്ട് കഴിഞ്ഞ പ്രഭാവതി എന്റെ പ്രഭക്കുഞ്ഞ് തല താഴ്ത്തിയപ്പോ നീ കരുതി കുഞ്ഞങ്ങ് പേടിച്ചു പോയെന്നല്ലേ?
ഇനി പേടിക്കാൻ പോകുന്ന നീയാടാ. എന്നോട് കാണിച്ചതിനൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കും. എന്റെ ഭർത്താവിനോട് കാണിച്ചതിന്, എന്റെ മകനോട്, മരുമകനോട് നീ ചെയ്ത ദുഷ്ടതകൾക്കൊക്കെ ഇവിടെ ഇട്ട് ഞങ്ങൾ പകരം വീട്ടും. ഇനി നീ പുറം ലോകം കാണില്ല. നിന്റെ അവസാനം ഇവിടെ വച്ചാ. കൊട്ടേഷൻ കൊടുത്ത് നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നതല്ല. ഈ നിൽക്കുന്ന എസ്തപ്പാനെ നിനക്കറിയായിരിക്കും, പുലിപ്പാറ എസ്തപ്പാൻ. ഇതിനു മുൻപ് പലവട്ടം എസ്തപ്പാൻ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചതാ നിന്നെ പൊക്കട്ടെ എന്ന്. ഇനിയും നിന്നെ വിട്ടാ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. എസ്തപ്പാനെ കുറിച്ച് നിനക്ക് പൂർണ്ണമായിട്ട് അറിയാമോന്നറിയില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ നിനക്ക് കൂട്ടുകാരായിട്ട്, ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. ഭാർഗവിയെ പോലെ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മരിക്കാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ടടാ. ഇനി നീയും നിന്റെ തനൂജയും എന്താ ചെയ്യുക എന്ന് എനിക്കൊന്ന് കാണണം. ഗിരീഷ് മാഷിന് എന്താ പറ്റിയേ? വണ്ടി നിമിടതാ. മാഡത്തിന്റെ മരുമോനെ നീ ഗുണ്ടകളെ വെച്ച് തല്ലി. നന്ദ സാറിന്റെ ജോലിക്ക് കയറാൻ നീ സമ്മതിക്കില്ലല്ലേ? ഇനിയിപ്പോ പ്രഭാവതി മാഡത്തിന് കനവ് തോന്നി നിന്നെ പുറത്തു വിട്ടാൽ നിനക്ക് നല്ല ജോലി കിട്ടും. റോഡരികിരുന്നേ അമ്മയെ വല്ലതും തരണേ എന്ന് വിളിച്ച് യാചിക്ക. ഏതെങ്കിലും ഒരു കൈയും കാലും മാത്രമേ ബാക്കി ഉണ്ടാവൂ. എസ്തപ്പാനെ, ഇവനെ കൊണ്ടൊരു ആത്മഹത്യാ വീഡിയോ എടുക്കണം. ശരി മാഡം. അതായത് ഇവൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറയുന്ന ഒരു വീഡിയോ. ശരി മാഡം. ദേവികെ, ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ ഇവിടുത്തെ കാര്യങ്ങള്? മൊത്തത്തിൽ വിചിത്രമായിട്ട് തോന്നുന്നു ചേച്ചി. വീടിന്റെ മുന്നിൽ കിടക്കുന്നത് ത്യാഗരാജന്റെ വാഹനം തന്നെയാ, അതിൽ മാറ്റമില്ല. പക്ഷെ ആ വാഹനം എങ്ങനെയാ അവിടെ വന്നത്? ആര് കൊണ്ടിട്ടു? ത്യാഗരാജൻ എവിടെ? ഇതൊക്കെ ഉത്തരം കിട്ടാതെ കിടക്കുക. ഒരു ട്രാപ്പാണോ സംശയമുണ്ട് ചേച്ചി. ദേവിയുടെ വീട്ടുകാരെ കണക്ട് ചെയ്ത് അതിലേക്ക് ചന്ദ്രോത്തുകാരെ എത്തിക്കാനുള്ള ട്രാപ്പ്. അപ്പൊ നമ്മളെ വിടാനുള്ള ഒരുക്കമില്ലേ? ഇതൊരു ഊഹം മാത്രമാ. എന്തായാലും ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ത്യാഗരാജനെ കാണാനില്ല എന്നുള്ളത് വാസ്തവാണോ? അതേതാണ്ട് വാസ്തവം തന്നെയാ. ആരുടെങ്കിലും കൈ കെട്ടി ശരിക്കും ഇടി കൊടുത്തിരുന്നെങ്കിൽ. അങ്ങനെ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കുടുങ്ങിയതാണോ എന്നും അറിയാൻ വയ്യ. ഹോ, അങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നു. എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചന്ദ്രോത്തുകാരുടെ വകയായിട്ട് നമുക്കും കൊടുക്കായിരുന്നു രണ്ടിടി. വാ. കുറച്ച് പതിയെ കഴിക്ക്, ഇല്ല ഉണ്ട തൊണ്ടേ കുടുങ്ങി നീ മരിക്കും. അതെ, ഞാനൊരു കാര്യം മുന്നോട്ട് വെക്കട്ടെ. എന്താണ്? പ്രഭാവതി ഞാനും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കാം. പ്രഭാവതിയോ? മേഡന്ന് വിളിക്കടാ. പ്രഭാവതി മേഡന്ന് വിളിച്ചിട്ട് മതി ഇനി ബാക്കി സംസാരിക്കുന്നതൊക്കെ. പ്രഭാവതി ഞാൻ ഇന്നുവരെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് മേഡന്നും കൂടി അങ്ങ് ചേർത്തോ. എന്ന പ്രഭാവതി മേഡമായിട്ടൊരു ധാരണ ഉണ്ടാക്കാം. മേഡത്തോട് പറ.
മാഡം, അത് നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കാം. എന്ത് ധാരണ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ട. നിന്റെ ധാരണ ആർക്ക് വേണോടാ നിന്റെ ധാരണ? ധാരണ ഞാനുണ്ടാക്കും, നീ അനുസരിക്കും. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.